ഇന്റഗ്രേഷനിലെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അതിന്റെ കണ്ടിന്യൂഷൻ. അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം ഇന്റഗ്രൽ x³ - 1 ഹോൾ റേസ്ഡ് ടു 1/3 ഇൻറ്റു x റേസ്ഡ് ടു 5 dx. അപ്പോൾ നമുക്കറിയാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന ടേം ഏതാണെന്ന് നോക്കി അതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം x³ - 1 റേസ്ഡ് ടു 1/3 അതാണ് അവിടെ നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളൊരു ടേം അല്ലേ. പക്ഷെ അതിന് t എന്ന് കൊടുത്താൽ x³ - 1ന് t എന്ന് കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവിൽ എന്താ വരിക? നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. t = x³ - 1 കൊടുത്തു നോക്കാം ഈ പാർട്ട്. സോ വാട്ട് ഈസ് അവർ dt? x³ ഡെറിവേറ്റീവ് 3x², ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. അപ്പോൾ 3x² dx എന്ന് കിട്ടും. ഇവിടെ പിന്നെ പുറത്തുള്ളത് x റേസ്ഡ് ടു 5 ആണ്, x² അല്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? x റേസ്ഡ് ടു 5ൽ നിന്നും ഒരു x² നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. ഇതിന് t കൊടുത്താൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ. സോ നമുക്ക് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് x³ - 1 റേസ്ഡ് ടു 1/3. ഈ x റേസ്ഡ് ടു 5നെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം. x³ ഇൻറ്റു x² dx ആക്കി. ഇത് രണ്ടും കൂടെ ചേർന്നാൽ അത് x റേസ്ഡ് ടു 5ന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് x² dx ഈ പാർട്ടിന് നമുക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്താ x² dx വരിക? ഇറ്റ് ഈസ് dt/3 എന്ന് എഴുതാം. ബാക്കിയുള്ളത് x³ - 1 t എന്ന് കൊടുക്കാം. x³ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് x³ ഈക്വൽ ടു എടുക്കാൻ പറ്റില്ലേ? x³ എന്താ വരിക? t + 1 വരും. അപ്പൊ എല്ലാ ടേമിനെയും നമുക്ക് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? സോ ലെറ്റ് us proceed this. Integral of x³ - 1 t എന്ന് കൊടുത്തു. So this term becomes t raised to 1/3. ഇനി അടുത്തത് x³ ന് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? t + 1. x³ is equal to t + 1. ഇനിയുള്ളത് x² dx. What is x² dx? It is dt/3. ഈ 3 ഇങ്ങോട്ട് പോന്നാലാണ് ആ സൈഡ് x² dx ആവും. കംപ്ലീറ്റ് ടിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? dt/3. So 1/3 is a constant. Let us take this outside. Integral of ഇനി t raised to 1/3നെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ ആദ്യത്തെ ടേം എന്താ? t raised to 1/3 into t raised to 1 plus t raised to 1/3 into 1 dt. Now this is equal to 1/3 integral t raised to 1/3 plus 1. 1/3 plus 1 is 4/3. അപ്പൊ ഈ ടേം ഒന്നിച്ചായി പ്ലസ് t raised to 1/3 dt. ഇതിപ്പോ രണ്ട് ടേമിന്റെ സമ്മാണ്. അപ്പൊ ഓരോ ടേമിന്റെയും ഇന്റഗ്രൽ എടുത്തിട്ട് എഴുതിയാൽ മതിയല്ലോ അല്ലെ. സോ ഈക്വൽ ടു 1/3 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടു t raised to 4/3യുടെ ഡെറിവേറ്റീവ്, സോറി t raised to 4/3യുടെ ഇന്റഗ്രൽ. അതെന്താ വരിക? t raised to 4/3 plus 1/4/3 plus 1 പ്ലസ് t raised to 1/3യുടെ ഇന്റഗ്രല് t raised to 1/3 plus 1/1/3 plus 1. ഇന്റഗ്രേഷൻ എല്ലാം തീർന്നു, അതുകൊണ്ട് ഇവിടെ ഒരു പ്ലസ്. ഇനി നമുക്ക് ഈ ടേമിനെ എല്ലാം ശരിയാക്കണം. അതുപോലെ ടിക്ക് പകരം അതിന്റെ എക്സ്പ്രഷൻ തിരിച്ചു കൊടുക്കും വേണം. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് എഴുതാം. 1/3 ഇൻറ്റു ഒന്നാമത്തെ ടേം 4/3 plus 1 is the same as 4 plus 3 the whole divided by 3, that is 7/3. അപ്പൊ t raised to 7/3 ആണ് ഇത്. ബൈ 7/3 എന്നാണ് വരിക. ഈ ഡിനോമിനേറ്ററിനെ തിരിച്ചിട്ട് മേലേക്ക് ആക്കിയത് എന്താവും? It becomes 3/7. So first term is okay. Now come to the second term. 1/3 plus 1 is 4/3. So t raised to 4/3 ആണ് ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 4/3 വരും. ആ 4/3നെ തിരിച്ചിട്ടാൽ എന്താ വരിക? 3/4 ആയി പ്ലസ് c9. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 1/3നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ എന്താ ഉണ്ടാവുക? 1/3 ഇൻറ്റു 3/7 എന്ന് വരും. 3 ക്യാൻസൽ ചെയ്യും. ബാക്കി ഒന്നാമത്തെ ടേമിലെ കോൺസ്റ്റന്റ് പാർട്ട് 1/7 t raised to 7/3 പ്ലസ് അടുത്തത് 1/3 ഇൻറ്റു 3/4. അഗൈൻ 3 ക്യാൻസൽസ്, ബാക്കിയുള്ളത് 1/4 t raised to 4/3 പ്ലസ് c. ഇനി എന്താ ബാക്കിയുള്ളത്? ടിയുടെ എക്സ്പ്രഷൻ തിരിച്ചു കൊടുക്കാം. സോ ദ ആൻസർ ഈസ്
1/7 x cube minus 1 raised to 7/3 x cube minus 1 ആണ് x cube minus 1 raised to 7/3 plus 1/4 into x cube minus 1 raised to 4/3 plus this is the final answer. Okay. അടുത്തത് integral sin cube x into cos square x dx. അപ്പോൾ ഇവിടെ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈനിലും കോസിലും ഒന്നിന്റെ പവർ ഒരു ഓഡ് നമ്പർ 3 ആണ്, കോസിന്റെ പവർ 2 ആണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അപ്പൊ ഇത് കയ്യിലുള്ളത് കൊണ്ട് സൈനിന്റെ ഈവൺ പവർ ആണെങ്കിൽ ഇപ്പൊ സൈൻ റേസ് ടു 4x ആണെങ്കിൽ അതിനെ സൈൻ സ്ക്വയർ എക്സിന്റെ സ്ക്വയറിന് എടുക്കാം. സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് കോസിലേക്ക് മാറ്റാൻ പറ്റും. ഇനി ഇതേപോലെ വരുന്നത് കോസിന്റെ ടേം ആണെങ്കിൽ നമുക്ക് അതിനെ സൈനിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഈവൺ പവേഴ്സ് ആണെങ്കിൽ നമുക്ക് സൈനോ കോസോ ഏതാ വേണ്ടിച്ചാൽ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. പക്ഷെ ഓഡ് പവർ ആണെങ്കിൽ അത് പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് സൈൻ ക്യൂബ് എക്സിൽ നിന്നും ഒരു സൈൻ എക്സിനെ അങ്ങ് മാറ്റി വെക്കാം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്നാക്കി. സൈൻ ക്യൂബ് എക്സിനെ സൈൻ സ്ക്വയർ എക്സും സൈൻ എക്സും ആയിട്ട് മാറ്റി. ഇനി നോക്കുക, ഈ സൈൻ എക്സിന്റെ പവർ 1 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇനി മാറ്റലൊന്നും നടക്കില്ല ഐഡന്റിറ്റി ഉപയോഗിച്ച്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയാണ്, സൈൻ എക്സ് ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടണം. ഏതിന്റെ ഡെറിവേറ്റീവിലാണ് സൈൻ എക്സ് കിട്ടുക? ഏതിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോഴാണ് സൈൻ എക്സ് കിട്ടുക? നമുക്കറിയാം കോസ് എക്സിന്റെ ഡെറിവേറ്റീവിലാണ് സൈൻ എക്സ് വരിക അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വേണം? ടി ഈക്വൽ ടു കോസ് എക്സ് എന്ന് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഡി ടി എന്താ കിട്ടുക? മൈനസ് സൈൻ എക്സ് ഡി എക്സ് കിട്ടും. അതിൽ നിന്ന് സൈൻ എക്സ് ഡി എക്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കോസ് സ്ക്വയർ എക്സിന് നമുക്ക് ടി സ്ക്വയർ എന്നാക്കാം. ഈ സൈൻ സ്ക്വയർ എക്സിനെ എന്ത് ചെയ്യണം? ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് സൈൻ സ്ക്വയർ എക്സിനെ കോസിന്റെ ടേമിലേക്ക് മാറ്റണം. സോ അഗൈൻ ഞാൻ ഇതിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാണ്. സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എഴുതി, ഈ കോസ് സ്ക്വയർ എക്സ് അങ്ങനെ തന്നെ എഴുതി, പിന്നുള്ളത് സൈൻ എക്സ് dx. Now using this substitution, how can we change this? Integral 1 minus cos x t ആണെങ്കിൽ cos square x t square into e cos square x t square. പിന്നുള്ളത് sin x dx. What is sin x dx? It becomes minus dt into minus dt എന്നാക്കി. ഇനി എന്താ ചെയ്യാൻ പറ്റുക? വേണമെങ്കിൽ മൈനസ് പുറത്തെടുക്കാം, അല്ലെങ്കിൽ മൈനസിനെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചേർക്കാം. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഈ മൈനസ് എടുക്കും ചെയ്യും. അപ്പൊ എന്താ വരിക? ഈ മൈനസ് ഇതിന്റെ ഉള്ളിലേക്ക് എടുത്താല് ടി സ്ക്വയർ മൈനസ് 1 ആവും. മൈനസ് ഇൻറ്റു മൈനസ് ടി സ്ക്വയർ ഇസ് പ്ലസ് ടി സ്ക്വയർ, മൈനസ് ഇൻറ്റു 1 ഈസ് മൈനസ് 1 ഇൻറ്റു ടി സ്ക്വയർ ഡി ടി എന്നായി. ഈ മൈനസ് പുറത്തെഴുതി ചെയ്താലും കുഴപ്പമില്ല, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുത്തെഴുതിയാലും കുഴപ്പമില്ല. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ടി സ്ക്വയറിനെ ഈ ബ്രാക്കറ്റിലേക്ക് ആക്കാം. അപ്പൊ എന്താ കിട്ടുക? ടി റേസ് ടു 4 മൈനസ് ടി സ്ക്വയർ ഡി ടി എന്നായി. ഇനി നമുക്ക് എക്സ് റേസ് ടു എന്നിന്റെ പാറ്റേണിലായില്ലേ? സോ യൂസിങ് അവർ ഫോർമുല, വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു 4? ഇറ്റ് ഈസ് ടി റേസ് ടു 5/5. n plus 1 എന്നത് 4 plus 1 വരും. മൈനസ് ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ, ദാറ്റ് ഈസ് ടി ക്യൂബ് ബൈ 3 പ്ലസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ 6. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടി. എന്താണ് ടി? കോസ് എക്സ് ആണ്. അപ്പൊ ടി റേസ് ടു 5 എന്താവും? കോസ് റേസ് ടു 5x divided by 5 minus t cube എന്താണ്? cos cube x by 3 plus c. This is the answer. Okay, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? sin cube x നെ sin square x into sin x എഴുതി. ഈ sin x ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ t ക്ക് എന്ത് കൊടുക്കണം? cos x കൊടുക്കണം. അതുകൊണ്ട് ഈ sin x ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും cos x ന്റെ ഫോമിൽ എഴുതി and substitute for cos x as t. എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം. അതാണ് ഈ പ്രോബ്ലത്തിലെ ഒരു മെത്തേഡ്. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ sin x by sin x plus a dx. ഇതിൽ നമുക്ക് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ കഴിയുക?
ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ സൈൻ എക്സ് പ്ലസ് എ സൈൻ എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷെ അന്നേരം ഡിനോമിനേറ്ററിലാണ് ടേംസ് കൂടുന്നത്. ഡിനോമിനേറ്ററിൽ ഒരു ടേമും ന്യൂമറേറ്ററിൽ കുറെ ടേമും ആണെങ്കിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ടേം ബൈ ടേം ആക്കാം. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഡിനോമിനേറ്ററിൽ ഒരു സിംഗിൾ ടേം കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് എക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലേ അത് നടക്കുള്ളൂ അല്ലേ? സോ ലെറ്റ് us take t equal to x plus a. Then what is dt? dt equal to dx എന്ന് കിട്ടും. നമുക്ക് ഇതിനെ ഒന്ന് മാറ്റാം. ഇന്റഗ്രൽ ഓഫ് സൈൻ ഈ x ടിയിലേക്ക് മാറണം. So what is the substitution for x? X can be written as t minus a. So sin x എന്നുള്ളത് sin t minus a എന്നായി. Divided by sin x plus a is equal to t. And what is dx? dx equal to dt. അപ്പോൾ എല്ലാ ടേംസും ടിയിലേക്ക് മാറി. a കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അത് മാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? sin x minus y എന്നുള്ള ഫോമിലാണ് sin t minus a കിടക്കുന്നത്. So we can expand the numerator. അപ്പോൾ എന്താ കിട്ടുക? sin x minus a യുടെ എക്സ്പാൻഷൻ sin x plus a യുടെ എക്സ്പാൻഷൻ അത് ഓർക്കുക, അല്ലെങ്കിൽ sin a minus b എന്നുള്ള ഫോമിൽ ഓർക്കുക. The expansion is sin t cos a minus cos t sin a. The whole divided by sin t dt. ഈ എക്സ്പാൻഷൻ കഴിഞ്ഞ കൊല്ലം പഠിച്ച എക്സ്പാൻഷനാണ്. ഇനി നമുക്ക് ഇപ്പം ന്യൂമറേറ്ററിൽ രണ്ട് ടേമും ഡിനോമിനേറ്ററിൽ ഒരു ടേമുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിനോമിനേറ്റർ വെച്ചിട്ട് ഇതിനെ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അന്നേരം എന്താ കിട്ടുക നോക്കാം. ഇന്റഗ്രൽ sin t cos a by sin t dt. ഞാൻ അതിനെ ഒരു ഇന്റഗ്രലാക്കി, ഇത്രയും ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ഒരു ഇന്റഗ്രലാക്കി, മൈനസ് അടുത്ത പാർട്ട് ഇന്റഗ്രൽ cos t sin a ഡിവൈഡഡ് ബൈ sin t dt. ഡിനോമിനേറ്റർ ഉപയോഗിച്ച് ഇതിനെ രണ്ട് ടേം ആക്കി, ആ രണ്ട് ടേമിനും സെപ്പറേറ്റ് ഇന്റഗ്രൽ എന്നുള്ള ഫോമിൽ എഴുതി. നടുക്കത്തെ മൈനസ് ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് എന്താ സംഭവിക്കുക? ഒന്നാമത്തെ ടേമിൽ sin t ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് cos a dt. a is a constant, so cos a is also a constant. അപ്പൊ ഈ ടേമിൽ നിന്നും we can take cos a outside. ബാക്കിയുള്ളത് എന്താ? ഇന്റഗ്രൽ dt മാത്രമേ ഉള്ളൂ. മൈനസ് ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. ഇതിൽ sin a കോൺസ്റ്റന്റ് ആണ്, so we can take it outside. sin a into integral of cos t by sin t, that is cot t dt. ഇനി എന്താ കിട്ടുക? cos a into integral of dt is t plus c1 വേണമെങ്കിൽ എഴുതാം. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇന്റഗ്രേഷൻ ഒന്നിച്ച് കഴിഞ്ഞിട്ട് ഒരു c ഒന്നിച്ച് കൊടുത്താൽ മതി. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. മൈനസ് sin a into integral of cot t. എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രൽ ഓഫ് cot t ചെയ്തത്? cot t by sin t, cos t by sin t എന്ന് എഴുതാം. t equal to sin t കൊടുത്താൽ ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്. ടി അല്ല, വേറെ എന്തെങ്കിലും ലെറ്റർ കൊടുക്കണം. നമ്മളിത് വേറെ തന്നെ പ്രോബ്ലം ആയിട്ട് മുന്നേ ചെയ്തതാണ്. സോ വാട്ട് ഈസ് ദ ആൻസർ? ലോഗ് മോഡ് sin t. ഇതാണ് അതിന്റെ ആൻസർ വരിക. പ്ലസ് ഞാനൊരു c1 കിട്ടും, അല്ലെങ്കിൽ c തന്നെ കൊടുത്തു വിചാരിക്കാം. ഞാൻ ഇതിന് c തന്നെ കൊടുത്തു. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? ഈ ടീനെ മാറ്റിയിട്ട് ടീന്റെ എക്സ്പ്രഷൻ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ദ ആൻസർ ഈസ് cos a ഇൻറ്റു ടിക്ക് പകരം എക്സ് പ്ലസ് എ മൈനസ് sin a ഇൻറ്റു ലോഗ് മോഡുലസ് ഓഫ് sin എക്സ് പ്ലസ് എ പ്ലസ് c9. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇവിടെ ആൻസർ ആയോന്ന് വെച്ചാൽ ആയി, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വേറെയും കോൺസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എല്ലാ കോൺസ്റ്റൻസിനും കൂടെ ഒന്നിച്ചൊരു കോൺസ്റ്റന്റ് ലാസ്റ്റിൽ കാണിച്ചാൽ മതിയല്ലോ. അപ്പൊ ആ രീതിയിൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാ കിട്ടാണ്. നമുക്ക് ഈ ആദ്യത്തെ ടേമിലെ cos a ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? x ഇൻറ്റു cos a പ്ലസ് a ഇൻറ്റു cos a. അതിൽ a ഇൻറ്റു cos a ഒരു കോൺസ്റ്റന്റ് പാർട്ടായിട്ടാണ് വരുന്നത്. ഇനി അടുത്ത് നോക്കാം. മൈനസ് sin a ഇൻറ്റു എന്താ കിട്ടുക? ലോഗ് മോഡുലസ് ഓഫ് sin എക്സ് പ്ലസ് എ പ്ലസ് സി എന്നാണ് കിടക്കുന്നത് അല്ലെ? അതിൽ ഈ പാർട്ടും ഒരു കോൺസ്റ്റന്റ് തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഈ കോൺസ്റ്റന്റിനെ കൂടി ഇതിന്റെ കൂടെ ഒന്നിച്ച് ഒറ്റ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതിയാലും മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എക്സ് കോസ് എ മൈനസ് sin a ഇൻറ്റു ലോഗ് മോഡുലസ് ഓഫ് sin എക്സ് പ്ലസ് എ പ്ലസ് c1.
What is C1? C plus A cos A ആണ് ഇവിടെ ഞാൻ C1 എന്ന് ഉദ്ദേശിച്ചത്. ഈ രീതിയിൽ ആൻസർ എഴുതാം. ഇനി പലപ്പോഴും ഇന്റഗ്രേഷന്റെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ലാസ്റ്റ് സ്റ്റെപ്പിലാണ് സി എന്ന് കാണിക്കാറുള്ളത്. അങ്ങനെ വേണം നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ല. സിയോ C1ഓ C2 എന്തെങ്കിലും ഒന്നും ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സി കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് എക്സ്ട്രാ വന്നുകൊണ്ടാണ് നമുക്ക് ആ സീനെ അവിടുന്ന് മാറ്റേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ഞാൻ സീൻ എഴുതി പോയിന്ന് വിചാരിക്കാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ടും കൂടെ ലാസ്റ്റിൽ സീൻ എഴുതണം. അപ്പൊ എന്ത് ചെയ്യുക? തൊട്ടു മേലത്തേക്ക് നിങ്ങൾ C1 ആക്കുക. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ സി കൊടുക്കുക. വാട്ട് ഈസ് സി? C1 plus A cos A ആണ് നമ്മൾ സി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റെപ്പിൽ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഈ അതിനെ ഇപ്പൊ ഷോർട്ടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യാനും കൂടെ അറിഞ്ഞിരിക്കും. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ ഇ റേസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ ഏതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ശ്രദ്ധിക്കുക, ന്യൂമറേറ്ററിൽ എക്സ് ആണ് കിടക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ നമുക്ക് അതിൽ 2x എക്സ് എന്നൊരു പാർട്ട് കിട്ടും അല്ലെ? അപ്പൊ അത് നോക്കിക്കൊണ്ട് ലെറ്റ് ടേക്ക് t ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ വാട്ട് ഈസ് dt? dt ഈസ് 2x dx. അതിൽ നിന്ന് x dx ന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സിന് പകരം എന്താ കൊടുക്കാൻ പറ്റുക? dt/2. അതാണ് അവിടുത്തെ ന്യൂമറേറ്റർ. എക്സ് ഡി എക്സിന് പകരം dt/2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഇ റേസ് ടു ടി. അതില് ഇനി ഈ ഡി ടിനെയൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അതുപോലെ dt/2, അപ്പോൾ 1/2 ഒരു കോൺസ്റ്റന്റ് അല്ലേ? സോ ലെറ്റ് us take it outside. 1/2 into integral of 1 by e raised to t dt. dt by e raised to t എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 1/2 into integral e raised to 1 by e raised to t is e raised to minus t dt അല്ലേ? അപ്പൊ ഇനി നമുക്ക് e raised to minus t നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. e raised to t ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ e raised to t തന്നെയാണ്. e raised to minus t വന്നുകൊണ്ട് നമുക്ക് അവിടെ ഒരു ചെറിയ സംശയം വരുന്നു. അപ്പൊ ഞാൻ ഇതിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുക്കുകയാണ്. ലെറ്റ് p ഈക്വൽ ടു മൈനസ് ടി എന്ന് കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ലെറ്റർ കിട്ടണം. എന്നാലാണ് നമ്മൾ പഠിച്ച ഫോർമുലയുടെ രൂപത്തിലേക്ക് അത് മാറും. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുക്കാം. ദെൻ വാട്ട് ഈസ് dp? dp ഈസ് ഈക്വൽ ടു മൈനസ് dt. അത് വെച്ചിട്ട് അതിനെ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാം. സോ ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു പി ഇൻറ്റു ഡി ടിക്ക് പകരം മൈനസ് ഡി പി. ഇത് ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. ഈ മൈനസും കൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോഴോ -1/2 ഇന്റഗ്രൽ ഇ റേസ് ടു പി ഡി പി എന്നായി. അത് ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്ന പോലെയാണ്. സോ വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു പി? ഇറ്റ് ഈസ് ഇ റേസ് ടു പി ഇറ്റ്സെൽഫ്. സോ ദ ആൻസർ ഈസ് -1/2 ഇ റേസ് ടു പി പ്ലസ് സി. ഇനി പിനെ നമുക്ക് എക്സിലേക്ക് എത്തിക്കണം. അപ്പൊ ആദ്യം തന്നെ -1/2 ഇ റേസ് ടു വാട്ട് ഈസ് പി? മൈനസ് ടി പ്ലസ് സി ആക്കി. ഇനി ടിനെ എക്സിലേക്ക് ആക്കണം. അപ്പോഴോ -1/2 ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുക്കുക പ്ലസ് സി. ഇനി ഇതിനെ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? 1 by e raised to x square എന്ന് എഴുതാം. അപ്പോൾ ആൻസർ പല രീതിയിൽ എഴുതാം. ഇത് ആൻസർ ആയി -1/2 ഇൻറ്റു 1 by e raised to x square പ്ലസ് സി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസ് ചേർത്ത് എഴുതാം. സോ -1/2 e raised to x square പ്ലസ് സി. ഇങ്ങനെ പല രീതിയിൽ അതിൻ്റെ ആൻസർ എഴുതാം. ഈ സ്റ്റെപ്പ് തൊട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം ആൻസറിൻ്റെ പല രൂപങ്ങളാണ്. ഓക്കെ, now let us discuss one more question. Integral e raised to 2x minus 1 divided by e raised to 2x plus 1 dx. നല്ലൊരു ചോദ്യമാണത്. ഇവിടെ നമുക്ക് നോക്കാം, ഇതിന് t കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് മേലെ കിട്ടില്ല. അപ്പൊ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കടക്കാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇതിൽ നിന്ന് ന്യൂമറേറ്ററിലെ നമ്മളൊരു ഇ റേസ് ടു എക്സ് പുറത്തെടുക്കുകയാണ്. ഇവിടെ ഇ റേസ് ടു എക്സ് ഇല്ല. അപ്പൊ 1നെ ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു എക്സ് എന്ന് കൺസിഡർ ചെയ്യണം. സോ ലെറ്റ് us take ഇ റേസ് ടു എക്സ് ഔട്ട്സൈഡ്. അപ്പൊ ബാക്കി എന്താ കിട്ടുക?
ഇവിടെ e raised to 2x ആണ്. അപ്പോൾ ഒരു e raised to x ബാക്കിയുണ്ട്. മൈനസ് 1 by e raised to x. അതേപോലെ ഡിനോമിനേറ്ററിൽ നിന്നും ഒരു e raised to x പുറത്തെടുക്കുക. ബാക്കിയുള്ളത് എന്താ? e raised to x plus 1 by e raised to x. 1നെ e raised to x by e raised to x എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് e raised to x പുറത്തു വരും. dx എഴുതാം. ഇനിയോ this e raised to x can be cancelled. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രൽ ഓഫ് e raised to x മൈനസ് 1 by e raised to x നെ e raised to minus x എന്ന് എഴുതാം. അതേപോലെ താഴെ e raised to x plus e raised to minus x dx എഴുതി. ഇനി നിങ്ങൾ നോക്കൂ, e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ്. e raised to minus x ന്റെ ഡെറിവേറ്റീവ് എന്താ? it is e raised to x by minus 1. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതാണ് e raised to minus t ന്റെ ഡെറിവേറ്റീവ് എന്താ വന്നിട്ടുള്ളത്. അതേപോലെ e raised to minus x by minus 1. സോറി, ഡെറിവേറ്റീവ് ആണ്. e raised to minus x ന്റെ ഡെറിവേറ്റീവ് എന്താ? e raised to minus x ന്റെ ഡെറിവേറ്റീവ് e raised to minus x into minus 1 ആണ്. എത്ര പറഞ്ഞ മാറിപ്പോയി, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. e raised to minus x ന്റെ ഡെറിവേറ്റീവ് e raised to minus x into minus x ന്റെ ഡെറിവേറ്റീവ് that is minus 1. ഇത് ചേർന്നാൽ എന്താ കിട്ടുക? minus e raised to minus x എന്നാണ് കിട്ടുക. അപ്പോൾ ആ ടേമും മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് ഐഡിയ ക്ലിയർ ആയി. എന്താണ് കൊടുക്കേണ്ടത്? t is equal to e raised to x plus e raised to minus x എന്ന് കൊടുത്താൽ മതി. അതായത് ഡിനോമിനേറ്ററിന് t കൊടുത്താൽ മതി. So what is dt? dt is equal to e raised to x plus e raised to minus x into minus 1 dx. എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to x minus e raised to minus x dx ആണ്. അത് തന്നെയാണ് നമ്മുടെ ന്യൂമറേറ്റർ. അപ്പോൾ ന്യൂമറേറ്ററിനെ ഒന്നിച്ച് നമുക്ക് dt എന്ന് എഴുതാം. divided by denominator is t. അപ്പോൾ integral of 1 by t dt ആയില്ലേ? What is that integral? It is log mod t plus c. And what is t? Log modulus of t ക്ക് പകരം e raised to x plus e raised to minus x എഴുതാം plus c. Okay, this is the answer. അപ്പോൾ ഈ ചോദ്യങ്ങളും നല്ല രീതിയിൽ ഓരോ പ്രോബ്ലത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നല്ല രീതിയിൽ ഓരോ മെത്തേഡും മനസ്സിലാക്കി ചെയ്തു പഠിക്കാം.